മൾട്ടി ഒബ്ജക്റ്റീവ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതലുള്ള ഒബ്ജക്റ്റീവ്സ് കാണും ആൻഡ് അതിനെ നമ്മൾ മിനിമൈസോ മാക്സിമൈസോ നമ്മൾ ചെയ്യണം. So here the multi-objective optimization refers to the finding of the optimal solution for more than one objectives അല്ലെങ്കിൽ for more than one desired goal. അതാണ് MOOP അല്ലെങ്കിൽ എന്താണ് മൾട്ടി ഒബ്ജക്റ്റീവ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. സോ ഈ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് പെറേറ്റോ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പം അതായത് ഫൈൻഡിങ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫോർ മോർ ദാൻ വൺ ഡിസയേർഡ് ഗോൾ ആൻഡ് ദീസ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ആർ നോൺ ആസ് പെറേറ്റോ ഒപ്റ്റിമൽ സൊല്യൂഷൻസ്. പ്രൊനൗൺസ് ചെയ്യുന്ന അങ്ങനെയാണെന്ന് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ ഇങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് മൾട്ടി ഒബ്ജക്റ്റീവ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ഇൻവോൾവ്സ് മോർ ദാൻ വൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അത് ഞാൻ പറഞ്ഞു. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് മാക്സിമൈസോ അല്ലെങ്കിൽ നമ്മൾ മിനിമൈസോ ചെയ്യേണ്ടതുണ്ട്. സോ ദർ വിൽ ബി ഹാവിങ് more than one objective function which is to be maximized or minimized. സോ ഈ മൾട്ടി ഒബ്ജക്റ്റീവ് ഒപ്റ്റിമൈസേഷൻ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും നമുക്ക് ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാറ് വാങ്ങിക്കുമ്പം അതിൻ്റെ കോസ്റ്റ് കൂടുമ്പം എന്തായാലും കോസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആകുന്നത് കുറയുക ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടൊരു നമുക്ക് ഒബ്ജക്റ്റീവ് ഫങ്ഷൻസാണ് ഉണ്ടാകുന്നത് അല്ലേ. So having such conflicting objective functions give rise to the set of optimal solution instead of one optimal solution. So നമുക്ക് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് തരുന്നത് കൊണ്ട് നമുക്കൊരു സെറ്റ് ഓഫ് ഒപ്റ്റിമൽ സൊല്യൂഷനാണ് ഇവിടെ ആവശ്യം ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ, ബിക്കോസ് നോ സൊല്യൂഷൻ ക്യാൻ ബി കൺസിഡർഡ് ടു ബി ബെറ്റർ ദാൻ എനി അതർ വിത്ത് റെസ്പെക്ട് ടു ഓൾ ഒബ്ജക്റ്റീവ്സ്. കാരണം ഒരു സൊല്യൂഷനും നമുക്ക് മറ്റതിനേക്കാട്ടിലും ബെറ്ററാണ് വിത്ത് റെസ്പെക്ട് ടു ഓൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല. സോ നമുക്കൊരു സെറ്റ് ഓഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ആണ് കിട്ടുക. So minimizing the cost while maximizing comfort while buying a car and maximizing performance at the same time as minimizing the fuel consumption and emission of pollutants of the vehicles are examples of multi-objective optimization problems അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വേറെ കാര്യങ്ങൾ സംഭവിക്കും നമുക്കത് ഇഷ്ടപ്പെടാത്ത. സോ നമുക്ക് മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് കാണും. ഓക്കെ, ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫോർമുലാസ്. നമുക്ക് നോക്കാം. മൾട്ടി ഒബ്ജക്റ്റീവ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് വിത്ത് എ നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് നമ്പർ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ക്യാൻ ബി ഫോർമുലേറ്റഡ് ആസ്, അതായത് മാക്സ്, മിനിമൈസ്, മാക്സിമൈസ്. സബ്ജക്റ്റ് ടു, അതായത് ഇവിടെ നമുക്ക് ഇക്വാലിറ്റി കൺസ്ട്രെയിൻസും ഉണ്ടാകും, ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസും ഉണ്ടാകും. സോ നമുക്കൊരു FIX എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫങ്ഷനാണ്. ഓക്കെ, ആ FIXൻ്റെ അവിടെയുള്ള എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് വേരിയബിൾ എക്സ് ആണ്. പിന്നെ അവിടെ I എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. അതുകൊണ്ടാണ് I = 1 to n ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. GK എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ K എന്ന് പറഞ്ഞാൽ K നമ്പർ ഓഫ് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ് ഡിഫൈൻഡ് ബൈ എക്സ്. മറ്റത് എന്താണ് HK(x) ആണ് <<0). സോ << ആണെന്ന് തോന്നുന്നു ഇൻഇക്വാലിറ്റി, മറ്റത് ഈക്വൽ വരുന്നതാണ് ഇക്വാലിറ്റി. ഓക്കെ, അപ്പം അതൊരു ഇക്വാലിറ്റിയും ഇൻഇക്വാലിറ്റി ഫങ്ഷൻസ് ആയിട്ട് കണക്കാക്കുക. സോ FIX ഇസ് എൻ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, എത്ര വേണമെങ്കിലും ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ആൻഡ് എക്സ് ഇസ് ദ ഡിസിഷൻ വെക്റ്റർ ദാറ്റ് റെപ്രസെൻറ്റ്സ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ വെക്ടറായിട്ട് നമുക്ക് എക്സിനെ കണക്കാക്കാം. അപ്പോൾ അതായത് സൊല്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ വെക്ടറാണ് എക്സ്. n ഒബ്ജക്റ്റീവ്സ് ഇസ് നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് K ആൻഡ് L, കെയും ഉണ്ട് എല്ലും നമ്മളോട് പറഞ്ഞു. അത് നമ്പർ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ്. ഇക്വാലിറ്റി ആണ് ആ GK(x) = 0, K = 1 etc. K. സോ ദി ആർ ദ ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ്. ആൻഡ് താഴെയുള്ള HL ആണത്, HLX << 0 where L is 1 to L. അങ്ങനെയാണ് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, അപ്പം അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻഇക്വാലിറ്റിയും കാണിച്ചിട്ടുണ്ട്, ഇക്വാലിറ്റിയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് പഠിച്ചാൽ മതി.
അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ J ഇനീക്വാളിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടാകും, K ഇക്വാളിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടാകും. എക്സ് ഇസ് ദ സൊല്യൂഷൻ വെക്റ്റർ, എന്താണ്, ഇറ്റ്സ് എ ഡിസിഷൻ വെക്റ്റർ വിച്ച് റെപ്രസെൻറ്റ്സ് ദ സൊല്യൂഷൻ. ഒരു ഡിസിഷൻ വെക്റ്ററാണ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ വെക്റ്ററാണ് എക്സ്. അപ്പം ഈ ജി എക്സും എച്ച് കെ എക്സും അതൊക്കെ നോക്കിയാൽ അത് കൺസ്ട്രെയിൻറ്റ് ഫങ്ഷൻസ്. കൺസ്ട്രെയിൻസിൻ്റെ സബ്ജക്റ്റ് ഇങ്ങനത്തെ കൺസ്ട്രെയിൻസ് ആണ്. If any solution X satisfies all the constraints and variable bound, it is known as feasible solution. നമ്മൾ ഏതൊരു സൊല്യൂഷൻ എടുക്കുക എക്സ്, എക്സ്, ആ എക്സ് ഈ എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യും ആൻഡ് വേരിയബിൾ ബൗണ്ട്സ്. ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ഓൾ ദ കൺസ്ട്രെയിൻസ് ആൻഡ് ദ വേരിയബിൾ ബൗണ്ട്സ്, ഇറ്റ് ഈസ് നോൺ ആസ് ദ feasible solution. The set of all feasible solution is called the feasible region or S. Set of all feasible solution is called as feasible region. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ടോ എക്സ് ഐ എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടിൻ്റെ ഇടയ്ക്ക് കണ്ട. സോ ഇഫ് എനി സൊല്യൂഷൻ എക്സ് സാറ്റിസ്ഫൈ ഓൾ ദ കൺസ്ട്രെയിൻസ് ആൻഡ് ദ വേരിയബിൾ ബൗണ്ട്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ ദർ ആർ 3 കമ്പണൻറ്റ്സ് ഇൻ ആൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിനകത്ത് 3 കമ്പണൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തെന്ന് വെച്ചാൽ കൺസ്ട്രെയിൻസ്, മൂന്നാമത്തേന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻ വേരിയബിൾസ്. സോ ഇത് 3 കമ്പണൻറ്റ്സ് ഉണ്ട് ആർക്ക്, ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിന്. സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ we are defining the objective functions which we either minimizes it or we maximizes it. So minimize bracket maximize fi x1 x2 extra xn. X എന്ന് പറഞ്ഞാൽ ഡിസിഷൻ വെക്ടർ ഇൻ ദ സൊല്യൂഷൻ സ്പേസ്. സോ x1 x2 എക്സ്ട്രാ xn ഉണ്ട്. I എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, 1 to m ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എഫ് ഒബ്ജക്റ്റീവ്സ്. അടുത്തെന്ന് വെച്ചാൽ എസ് ആണ്. എസ് എന്ന് വെച്ചാൽ കൺസ്ട്രെയിൻസ് ആണ്. അത് സബ്ജക്റ്റ് എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ് നമുക്കറിയാം. നമ്മളിപ്പോൾ ഒരു എടുക്കുകയാണ് കോസ്റ്റ് ഗ്രേറ്റർ ദാൻ 1000 വേണം എന്നാണ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ് എന്ന് ഇരിക്കട്ടെ. ആ കോസ്റ്റാണ് GI x1 x2 എക്സ്ട്രാ xn ഇരിക്കുന്നത്, എന്നിട്ട് ROP എന്ന് പറഞ്ഞാൽ റിലേഷൻ ഓപ്പറേറ്റ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഗ്രേറ്റർ ദാൻ. അപ്പം അത് ROPJ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ. CJ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഗ്രേറ്റർ ദാൻ 1000. ആ J എന്ന് പറയുന്നത് 1 to എത്ര വേണേലും ആകാം. ഓക്കെ, ഇനി അടുത്ത ഡിസൈൻ വേരിയബിൾ. നമ്മൾ ഡിസൈൻ ചെയ്യുക എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഒരു ബൗണ്ടറി വാല്യൂ, ദാറ്റ് ഈസ് DK is 10. എക്സ് നിന്ന് ഗ്രേറ്റർ ദാൻ 10 വേണം. അപ്പം XK ROPK DK, K എന്ന് പറഞ്ഞാൽ 1 to n വരും. സോ ഇവിടെ മൂപ്പിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അവിടെ M എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം. അതായത് മൂപ്പിൻ്റെ വാല്യൂ 2-നെക്കാട്ടിലും കൂടുതലായിരിക്കണം. എന്നാലേ മൾട്ടി ഒബ്ജക്റ്റീവ് എന്നിവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി കൺസിഡർ വിത്തൗട്ട് ദ ലോസ് ഓഫ് ജനറാലിറ്റി എ മൾട്ടി ഒബ്ജക്റ്റീവ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം വിത്ത് n ഡിസിഷൻ വേരിയബിൾസ് ആൻഡ് m ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ്. m ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി നമുക്ക് n ഡിസിഷൻ വേരിയബിൾസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെ n ഡിസിഷൻ വേരിയബിൾ ഉണ്ടെങ്കിൽ x1 x2 എക്സെട്ര xn ആണ് നമ്മുടെ ഡിസിഷൻ വെക്റ്റേഴ്സ്. അപ്പോൾ ആ എക്സിനെ വിളിക്കുന്ന പേരാണ് ഡിസിഷൻ സ്പേസ്. കളക്ഷൻ ഓഫ് വെക്റ്റേഴ്സ് ഇസ് സ്പേസ്, കളക്ഷൻ ഓഫ് വാല്യൂസ് ഓ വെക്റ്റർ. ഓക്കെ, അപ്പം x1 x2 എക്സ്ട്രാ xn ബിലോങ്സ് ടു x എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡിസിഷൻ വെക്ടറാണ്. താഴെ ഒബ്ജക്റ്റീവ് വെക്ടറാണ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഔട്ട്പുട്ടാണ്, ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഇൻപുട്ടാണെന്നൊക്കെ ഓർക്കുക. ഓക്കെ, എന്നിട്ടെന്ന് പറയുന്നത് ഇവിടെ മിനിമൈസ് y ഈക്വൽ ടു f of x, y1 ബിലോങ്സ് ടു f1 f x, y2 ബിലോങ്സ് ടു f2 f x, എക്സ്ട്രാ YK ബിലോങ്സ് ടു FM of x എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഔട്ട്പുട്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു സിംഗിളിലേക്ക് ആക്കുന്നതിനാണത് പറയുന്നത്. സോ ദിസ് ഇസ് എ ഡിസിഷൻ വെക്റ്റർ, ഒബ്ജക്റ്റീവ് വെക്റ്റർ, ഡിസിഷൻ സ്പേസ്, ഒബ്ജക്റ്റീവ് സ്പേസ്. ഇനി അടുത്ത ഇലസ്ട്രേഷൻസ് ആണ് നോക്കുന്നത്.